സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ് ക്യാൻസേഴ്സ് ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യാനായിട്ട്. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാൻ വലിയ ഉപകരണങ്ങളുടെയോ കാശിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഒരു കണ്ണാടിയും 3 വിരലുകളും മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യം തന്നെ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? പീരിയഡ്സ് ഉള്ള സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞ് 5 ദിവസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പീരിയഡ്സ് നിന്നവർക്കാണെങ്കിൽ മാസത്തിൻ്റെ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. മാസത്തിലൊരിക്കൽ ചെയ്യണം. സോ കാലണ്ടറിൽ ഒരു ഡേറ്റ് മാർക്ക് ചെയ്ത് ആ ദിവസം എല്ലാ മാസവും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഏതൊക്കെ പൊസിഷനിൽ ഇത് ചെയ്യാം? ഇത് കുളിക്കുമ്പോഴോ കിടന്നിട്ടോ ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഇപ്പോൾ കുളിക്കുന്ന സമയത്താണെങ്കിൽ മിററിൽ നോക്കുക. ഹാൻഡ്സ് ഹിപ്പിൽ വെച്ചതിന് ശേഷം ബ്രസ്റ്റിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതിൻ്റെ സൈസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, സിമെട്രിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നിപ്പിളിൻ്റെ പൊസിഷൻ രണ്ടിനും സെയിം പൊസിഷനിലാണോ, നിപ്പിൾ ഉൾവലിഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തതെല്ലാം ശ്രദ്ധിക്കണം. അതിനുശേഷം കൈകൾ തലയുടെ മേളിലേക്ക് ഉയർത്തിയതിന് ശേഷം ഇതേ സെയിം പോലെ നിപ്പിളിന് എന്തെങ്കിലും ഉൾവലിച്ചിൽ അങ്ങനത്തതുണ്ടോ, നിപ്പിളിൻ്റെ 2 എണ്ണത്തിൻ്റെയും പൊസിഷനിൽ എന്തെങ്കിലും കാര്യമായ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. അടുത്ത സ്റ്റെപ്പ് ഷവറിൽ കുറച്ച് വെള്ളം നനഞ്ഞതിന് ശേഷം കുറച്ച് സോപ്പ് കയ്യിലും ബ്രസ്റ്റിലും ആക്കിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം എക്സാമിൻ ചെയ്യേണ്ട സൈഡിലെ കൈ തലയ്ക്ക് പിൻഭാഗത്ത് വയ്ക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് ഹാൻഡിൽ, അതായത് ലെഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൈറ്റും, റൈറ്റ് ചെയ്യുകയാണെങ്കിലും ലെഫ്റ്റിൻ്റെ മിഡിൽ 3 ഫിംഗേഴ്സിൻ്റെ പൾപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ എക്സാമിൻ ചെയ്യുക. വീണ്ടും പറയുന്നു, പൾപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ടിപ്പല്ല. അതേപോലെ പലരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിടിച്ച് നോക്കാൻ ശ്രമിക്കും. പിടിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഒരു ലംബ് കിട്ടുന്നതാണ്. ആ ലംബ് ക്യാൻസർ അല്ല, അത് ഡക്റ്റ് കൂട്ടിച്ചേർന്ന് പിടിക്കുന്നത് കൊണ്ട് ഒരു ലംബായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. സോ എങ്ങനെയൊക്കെയാണ് എക്സാമിൻ ചെയ്യേണ്ടത്? ഫസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ക്ലോക്കിൻ്റെ ഹാൻഡിൽ പോലെ 12 o'clock നിന്ന് 11 o'clock വരെ തിരുമ്മി എക്സാമിൻ ചെയ്യാം. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ ഫുൾ ബ്രസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ സർക്കുലർ മോഷനിൽ പോവുക. പിന്നെ സർക്കിളിൽ ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് കുഞ്ഞു സർക്കുലറായിട്ട് തിരുമ്മി നോക്കണം. അത് 3 ലെവൽ ഓഫ് പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് നോക്കേണ്ടത്. നിപ്പിളിൻ്റെ ബാക്കിലുള്ള ഭാഗം നോക്കാൻ മറക്കാനും പാടില്ല. അടുത്ത സ്റ്റെപ്പ് കൈക്കുഴി, അതായത് ആംപിറ്റ് ചെക്ക് ചെയ്യലാണ്. അത് ചെയ്യേണ്ടത് ഹാൻഡ്സ് റിലാക്സായി നമ്മളുടെ ബോഡിയുടെ സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് ഹാൻഡ് ഉപയോഗിച്ച് നമ്മളുടെ കക്ഷത്തിൻ്റെ ഉള്ളിൽ നല്ലോണം പ്രസ് ചെയ്ത് എന്തെങ്കിലും കട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അടുത്തൊരു ഡൗട്ട് ഈ ലംബ് എങ്ങനെയാണെന്നാണ്. അതൊരു പീസിൻ്റെയോ ബീൻസിൻ്റെയോ സൈസിലുള്ള ഒരു തടിപ്പായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. സോ ഇങ്ങനെ ഒരു ലംബ് കണ്ടാൽ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് സർജനെയോ കാണിക്കുക. അവർ എക്സാമിൻ ചെയ്തതിന് ശേഷം മാമോഗ്രാം ആവശ്യമാണെങ്കിൽ അതും ചെയ്തതിന് ശേഷമേ നമ്മൾക്ക് എന്തെങ്കിലും കൺഫർമേറ്ററി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം ബ്രസ്റ്റിൽ ബിനൈനായ പല തടിപ്പുകളും ഉണ്ടാവും. എല്ലാ തടിപ്പുകളും ക്യാൻസർ അല്ല. സോ ബി ബ്രസ്റ്റ് അവെയർ. ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. സേവ് ലൈഫ്.